ആത്മാവിന്റെ അഭിഷേകം. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഇപ്പോഴ് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഉടമ്പടി പ്രകാരമുള്ള നിങ്ങളുടെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പം വരുമാനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ടെസ്റ്റ് നടന്ന് പരീക്ഷ ഫലം പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാര്യം അവസാന നിമിഷം വരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി പ്രകാരം ഒരു ടെസ്റ്റ് നടന്നാൽ റിസൾട്ട് വരണത് വരെ നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം അവസാന നിമിഷം വരെ റിസൾട്ട് കർത്താവ് ചേഞ്ച് ചെയ്യും. അത് ഒത്തിരി സാക്ഷികൾ നമുക്ക് കേൾക്കുന്നുണ്ട്. ഇനി നമ്മൾ തോറ്റു എന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും. ഏത് സമയത്ത് ഈ സംഭവം ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കണത്. ഞാനത് പെട്ടെന്ന് പറഞ്ഞില്ല, കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് ഇങ്ങനെ പറയണത്. അന്ത്യ നിമിഷം കമ്പ്യൂട്ടറിൽ ഒരാൾ തോറ്റെന്ന് പറയും, എന്നിട്ട് മാർക്കും പറയും. പക്ഷേ പിന്നീട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് നമ്മൾ ബൈപ്പേഴ്സും പോയി നോക്കുമ്പോൾ ചേഞ്ച് ചെയ്തിരിക്കണേ കാണാം. ഒരു സെക്കൻഡ് മതി ഇതൊക്കെ ചേഞ്ച് ചെയ്ത് മാറാൻ. നിങ്ങളവർക്ക് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന്. അത് ദൈവത്തെക്കുറിച്ച് കാഴ്ചപ്പാട് ഇല്ലാത്തവരൊക്കെ അങ്ങനെ പറയും. പക്ഷെ നമ്മൾ ദൈവത്തെ കണ്ടുകൊണ്ടും 10,000 ദൈവത്തെ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും സാക്ഷ്യം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങളിപ്പോൾ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. അച്ഛൻ നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ച് എല്ലാ അപേക്ഷകളെയും അനുഗ്രഹമാക്കി എല്ലാ സഹനങ്ങളെയും സാക്ഷ്യമാക്കി ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ആവശ്യങ്ങളെപ്പോലും ഇപ്പോഴും നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കാം. സന്തോഷത്തോടെയും പ്രത്യാശയോടെയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോ ഒന്നും അസാധ്യമില്ലാത്തവൻ, നല്ലവനായ ഈശോ ഒന്നും അസാധ്യമില്ലാത്തവന്, ഈശോ അന്തര കാഴ്ച നൽകുവന്, ഈശോ ചികടിന് കേളി നൽകുവന്, ഈശോ ഊമന് സംഭാഷണം നൽകുവന്, ഈശോ മഹോദരോഗ്യം സുഖപ്പെടുത്തവന്, ഈശോ മരിച്ചവനെ ഉയർപ്പിച്ചവന്, ഈശോ നിൻ്റെ തിരുനാമത്തിന് സ്തോത്രം നിന്ന് കർത്താവേ. നിൻ്റെ വിശുദ്ധ രക്തം ഓരോ ശരീരത്തിലും ഒഴുക്കണമേ. അസ്ഥിരോഗങ്ങൾ, വാതരോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരട് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അന്ത്രാസ് രോഗങ്ങൾ കർത്താവേ, പങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, കുടരോഗങ്ങൾ, അൾസർ, അരിസസ്, പിസ്റ്റുല, PCOD കർത്താവേ, കർത്താവ് മാസപ്പതിവുകൾ, ക്രമം തെറ്റുന്നവർ, ഇല്ലാത്തവർ, യേശു ക്രിസ്തു നാമത്തിൽ നടുവേദന, തലക്കൊണ്ട സ്പോണ്ടിലോസിസ്, തലവേദന, ശിരസ് രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോട്ടെ. ദിവ്യകാരുണ്യത്തിന് മക്കളെ, ഉടമ്പടി പ്രകാരമുള്ള സന്താനങ്ങളുടെ പരാധീനതകൾ, പോരായ്മകൾ. ഇപ്പോൾ സന്താനങ്ങൾക്ക് ബുദ്ധിമാന്യമുള്ളവരുണ്ട്, ഓട്ടിസം ഉള്ളവരുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരുണ്ട്, പിള്ളേർ പഠിക്കാത്തവരുണ്ട്, എപ്പോഴും മൊബൈൽ പ്രേമമായിട്ട് ഇതുകൊണ്ട് കുനിഞ്ഞു കുത്തി ഇരിക്കുന്നവരുണ്ട്, കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാത്തവരുണ്ട്, ദൈവത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട സന്താനങ്ങളുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, അവരുടെ പരീക്ഷകൾ, അവരുടെ ജോലി, ഇങ്ങനെ പിന്നെ തെറ്റായ ഒത്തിരിയേറെ ദുശ്ശീലങ്ങൾ, ഇങ്ങനെ സന്താനങ്ങളെല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് മക്കളില്ലാത്തവർ തൊട്ട് മക്കളുള്ളവരുടെ ഹൃദയഭാരം ഉൾപ്പെടെ കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മക്കളെ പ്രാർത്ഥിക്കുന്നു. മക്കളെ സ്പർശിക്കണമേ കർത്താവേ, മക്കളെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ, പലതരത്തിലുള്ള വിഷമതകൾ, മക്കളെക്കുറിച്ചുള്ള വേദനകൾ, മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ,
അനുഗ്രഹങ്ങള് മാതാപിതാക്കന്മാരെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് മക്കളെ വളർത്തി പുണ്യപൂർണ്ണമാക്കാൻ മക്കൾക്കുണ്ടാകുന്ന മുഴുവൻ ദുശീലങ്ങളെ, ദുരൂഹങ്ങളെ, മക്കളുടെ പഠനങ്ങളെ, പഠന തകർച്ചകളെ, ബുദ്ധി വൈകല്യങ്ങളെ, മനത്തകർച്ചകളെ, എപ്പിലെപ്സി, മക്കളുടെ ഓട്ടിസം, മക്കളുടെ ഹൈപ്പർ ആക്ടിവിറ്റി, മക്കളുടെ അപസ്മാര മനോരോഗങ്ങൾ, ഉറക്കമില്ലായ്മ, സംഘർഷങ്ങള്, മക്കളുടെ ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. സന്താനങ്ങളെ ആശീർവദിക്കുന്നതിനെ നന്ദി പറയുന്നു. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പാടാം. ഇരുകരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. ഇരുകരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ായിരിക്കട്ടെ. മകളെ ഇപ്പം അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് വരുമാന മാർഗം ഇല്ലാത്തവരെ, ഉള്ള വരുമാനം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റാത്തവർ, ജോലി തകർച്ച, പ്രൊമോഷൻ ഇല്ലാത്തവർ, അതുപോലെ ജോലി എടുക്കുന്ന പൈസ കിട്ടാതെ കുടുങ്ങിപ്പോയവർ, ജോലി ഇല്ലാത്തവർ, അതിങ്ങനെ ഓരോ ജോലിയൊക്കെ ചെയ്തിട്ട് വലിയ കടവും ബാധ്യതയുമായി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ വാടക താമസിക്കുന്നവർ, സ്ഥലം നഷ്ടപ്പെട്ടവർ, സ്ഥലം വിൽക്കാനുള്ളവർ, സ്ഥലം വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, ഇങ്ങനെ എല്ലാവർക്കും സുധിയുടെ ഹല്ലേലൂയ. കർത്താവ് മിശിഹായേ, ഈശോ 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 സ്പർശിക്കണമേ കർത്താവേ. പലതരത്തിലുള്ള മക്കൾ, വേദനിക്കുന്ന മക്കൾ, വേലയും കൂലിയുമില്ലാത്ത മക്കൾ, വരുമാനമില്ലാത്ത മക്കൾ, ഉള്ള വരുമാനം ജീവിക്കാൻ പറ്റാത്തവർ, യേശു ക്രിസ്തു നാമത്തിൽ വരുമാന മാർഗങ്ങൾ, സമ്പൽ സമൃദ്ധികൾ ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം നിറഞ്ഞ് വസിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ കരങ്ങളടിച്ചുകൊണ്ട് നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് വിദൂര യാത്ര ചെയ്യുന്നവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടി ഒരുങ്ങുന്നവർ, പിന്നെ പണം കൊടുത്തിട്ട് കുടുങ്ങിപ്പോയവർ, വേറെ മാർഗമൊന്നുമില്ലാതെ വേദനിക്കുന്നവർ. ഇപ്പോഴേ കർത്താവ് വേറെ ഒരു വിഷയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആമാശയം തിരിഞ്ഞുപോയി, എന്നിട്ട് വയറ് ബൾജ് ചെയ്തിരിക്കുന്നു. ആമാശയം നേരെ ഉള്ള സ്ഥലത്ത് നിന്ന് ചലനമായിട്ട് മാറിപ്പോയിട്ട് ആമാശയത്തിൻ്റെ പുറകു ഭാഗമാണ് വയറിൽ മുമ്പിലിരിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്വാസകോശങ്ങളെ സമർപ്പിക്കാൻ ഈശോ പറയുന്നു. കടന്നക്കൂട് പോലെയുള്ള ഭാഗങ്ങൾ കാണിക്കുന്നു. ശ്വാസകോശങ്ങൾക്ക് ആന്തരികമായ ദ്രവിപ്പുള്ളവരെ, കഫം തങ്ങി നിൽക്കുന്നവരെ, കഫം മാറാത്തവരെ, എപ്പോഴും ശ്വാസം മുട്ടുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ 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 ജീസസ്. ശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സാബു കൊമ്പൻ ജോസ്. ഞാൻ തൃശ്ശൂർ നെല്ലിക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 18 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ 2023 ആഗസ്റ്റ് മാസം എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടാൻ ഇടയായി. അവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കമ്പനിയിലെ മാനേജറുമായി ഏകദേശം ഒരു 9 വർഷത്തോളം ഞങ്ങൾ രണ്ടുപേരും വഴക്കിലും പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. ആ ജോലി നഷ്ടപ്പെടുന്നതിൻ്റെ ഫെബ്രുവരി മാസത്തിൽ ഞാൻ തന്നെ ആ മാനേജരോട് പറഞ്ഞിരുന്നു, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ
ഞാൻ ജോലി ചെയ്ത് പോവുകയാണ്, റിസൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു ഒബ്ജക്ഷനുമില്ലാതെ ജോലിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിടണമെന്ന് ഞാൻ തന്നെ അവരോട് അപേക്ഷിച്ചിരുന്നു. പിന്നീടുള്ള മാസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് മറന്നുപോയി. ഓഗസ്റ്റ് മാസത്തിൽ ഓണം കഴിഞ്ഞ ആ സന്ദർഭങ്ങളിൽ എന്നെ ജോലിയിൽ നിന്ന് പെട്ടെന്ന് പിരിച്ചുവിടുകയുണ്ടായി. അതിനുശേഷം ഞാൻ ആ ഒരു ദിവസങ്ങളിൽ വളരെയധികം മാനസികമായിട്ട് വിഷമതകൾ അനുഭവിച്ചിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും ഞാൻ ഇതുവരെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 1-2 ജോലികൾക്ക് ഞാൻ ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ ഏകദേശം ഒരു ജോലി 100% ഉറപ്പായി എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സന്തോഷത്തിൽ അന്നത്തെ ദിവസം വൈകിട്ട് ഞാൻ ജിമ്മിലേക്ക് പോയി അവിടെ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന വേറൊരു വ്യക്തി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് നാളെ നീ ജോയിൻ ചെയ്യേണ്ട ജോലി വേറെ ഒരാൾ വന്ന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി എൻ്റെ എല്ലാ നാഡികളും തളർന്നു. പിന്നെ വേറെ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി വീട്ടിലേക്ക് വന്നിട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഒരു പുതിയ ജോലി പെട്ടെന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു നിയോഗം വെച്ചിട്ടാണ് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ അന്ന് വൈകിട്ട് ഏതോ ഒരു കമ്പനിയിലേക്ക് ഞാൻ വെറുതെ CV അയക്കുകയുണ്ടായി. ആ കമ്പനി അന്ന് വൈകിട്ട് തന്നെ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെന്ന്. ഞാനത് ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഫേക്ക് ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും അന്ന് മുതൽ ഞാൻ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും ഡെയിലി ബ്രെഡും ഈ വചനങ്ങളെല്ലാം സീരിയസ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി. പിന്നീട് ഈ ഒരു നിയോഗം വെച്ചിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ജോലി ഒരു കാലത്തും നഷ്ടപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതിനുശേഷം 1-2 ദിവസങ്ങൾക്ക് ശേഷം ഈ കമ്പനിയിൽ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന പുതിയ ജോലിക്ക് ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. അതിനും പിന്നീട് കുറച്ച് ദിവസങ്ങൾ താമസമെടുത്തു. ആ ദിവസങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും നമ്മുടെ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലുകൾ ഒരുവിധം ഉണർന്നിരിക്കുന്ന സമയങ്ങളിലും ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിലും ഇയർഫോൺ വെച്ച് ആ സന്ദേശങ്ങൾ വളരെ ആഴത്തിൽ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അതിനോട് പൊതുവെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളോട് എനിക്കൊരു താല്പര്യമുണ്ടെങ്കിലും ഈ വചനങ്ങളിലൂടെ ജോസഫ് അച്ഛൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ആ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ പ്രസംഗങ്ങളിലൂടെ എനിക്ക് അതിലൊരു ആത്മവിശ്വാസവും ഒരു ദൈവിക തീക്ഷ്ണതയും ദൈവിക സ്നേഹവും വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ വേറൊരു ജോലി സ്ഥലത്ത് എനിക്ക് താത്കാലികമായിട്ട് ഒരു ജോലി കിട്ടി. വളരെ ശമ്പളം കുറവുന്ന ജോലിയിൽ. അതിന് 100 ദിവസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി കാത്തിരുന്നു. 96-ാമത്തെ ദിവസമായി. അവിടുന്ന് അതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. 97-ാമത്തെ ദിവസമായി, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. 100-ാമത്തെ ദിവസമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ കമ്പനിയിൽ നിന്ന് മാറാൻ പറ്റില്ല ഒരിക്കലും. അങ്ങനെ 98-ാമത്തെ ദിവസം രാവിലെ അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ജോലി ശരിയായിട്ടുണ്ട്, പിറ്റേ ദിവസം തന്നെ വന്നിട്ട് ജോയിൻ ചെയ്യണമെന്ന്. ഞാൻ ആകെ വിഷമിച്ചു. കാരണം അവിടുത്തെ മാനേജറോട്, ഇപ്പോൾ താത്കാലികമായി ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ മാനേജറോട് ഞാൻ അതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം 2 ദിവസം കൂടിയും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് ഉപവാസമൊക്കെ എടുത്തിട്ട് മാനേജറോട് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇന്നത്തോടു കൂടി എൻ്റെ ജോലി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. എല്ലാവരും പ്രതീക്ഷിച്ചു അവിടെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുമെന്ന്. ആളപ്പം എന്നോട് പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് എന്ന് മാത്രം പറഞ്ഞു, വേറെ ഒന്നും സംസാരിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ ആ കമ്പനിക്ക് പോയി ജോയിൻ ചെയ്തു. ആ കമ്പനിയിൽ കയറി ആദ്യത്തെ ഒരു മാസമൊന്നും എന്താണ് ജോലി ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെപ്റ്റംബറിൽ വേറെ ജോലി നോക്കി പോകുമെന്നും അതിന് ഈ മാനേജർ പെണ്ണ് തന്നെ അതിനൊരു സാഹചര്യം ഒരുക്കി എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോഴാണ് ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന ആ രീതി എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എന്നെ ടെർമിനേറ്റ് ചെയ്ത ആ ദിവസത്തെ കണക്കുകൂട്ടലനുസരിച്ചിട്ട് 15 കൊല്ലം കറക്റ്റ് തികയുന്ന ആ ഒരു ദിവസമായിരുന്നു എന്നെ ടെർമിനേറ്റ് ചെയ്തത്. അപ്പോൾ പുതിയ കമ്പനി അവരുടെ ബയോഡാറ്റയൊക്കെ എടുത്ത് നോക്കുമ്പോൾ 15
വർഷം വേണമെങ്കിൽ 14 വർഷവും 8 മാസമാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. എന്നെ കറക്റ്റായിട്ട് ആ ലേഡി മാനേജർ കറക്റ്റ് ആ ദിവസം വന്ന അതേ ദിവസം തന്നെ എനിക്ക് ടെർമിനേഷൻ തന്നു. അതുകൊണ്ട് നമ്മൾ ശത്രുവിനെ മിത്രമാക്കിയിട്ട് ഉപയോഗിക്കുന്ന ആ രീതിയിൽ തന്നെ അവരെനിക്കൊരു ഉപകാരമായിട്ട് മാറി. അതിനുശേഷം കുറച്ച് ദിവസങ്ങളോളം എനിക്ക് അവർ എന്നോട് ദിവസങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആ സമയത്ത് നമ്മളോട് ചെയ്തിരുന്ന പ്രതികാര നടപടികൾക്കൊക്കെ നമുക്ക് മാനസികമായിട്ട് വളരെ ദേഷ്യമുണ്ടായിരുന്നു അവരോട്. ഞാനതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, ഒരു വ്യക്തിയോട് ദേഷ്യം അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എനിക്ക് അവരോടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി വൈരാഗ്യം എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ നിന്ന് ദൈവകൃപയാൽ പൂർണ്ണമായിട്ടും പോയി. എനിക്ക് അവരോടൊരു ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം അവർ നമ്മൾക്ക് വേണ്ടി ഒരു ദുഷ്ടപ്രവൃത്തി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ പ്രാർത്ഥിച്ചിരുന്ന പോലത്തെ അതേ കമ്പനിയിൽ ഞാനൊരു 10-15 കൊല്ലമായി ഇതേ കമ്പനിയിൽ തന്നെ ജോലി കിട്ടണം, എങ്ങനെയാണ് കിട്ടുക എന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. യാദൃച്ഛികമായിട്ട് അവിടെ ജോലി കിട്ടി. ഞാൻ വിചാരിച്ചിരുന്ന അതേ പ്രൊഫൈൽ തന്നെ അതേ ജോലി തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അതെനിക്ക് മനസ്സിലായി ഉൾക്കൊള്ളാൻ സാധിച്ചത് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷം പിന്നീട് പിന്നത്തെ വർഷം വന്ന ഒരു ഫെബ്രുവരി മാസത്തിൽ ഞാനിവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം ഉടമ്പടിയിലെ ബാക്കി എല്ലാ ദിവസവും തൈലം അപ്ലൈ ചെയ്യാറുണ്ട്, കാശുരൂപം കൊണ്ടുപോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇന്നും നമ്മുടെ അച്ഛൻ്റെ ഉടമ്പടി പുതുക്കലിൻ്റെ പ്രസംഗത്തിലൂടെ മനസ്സിലായത്, പലരും എന്നോട് പറയാറുണ്ട് എളിമപ്പെട്ടാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഉന്നതിയിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ അവരോട് എപ്പോഴും തർക്കിക്കാറുണ്ട്, എളിമപ്പെടുന്ന പ്രവൃത്തി എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് നമുക്ക് എളിമ വരിക എന്നുള്ളത്. ഇന്ന് അച്ഛൻ്റെ ആ പ്രസംഗത്തിലും മുൻ വീഡിയോകളിലും അച്ഛനത് പറഞ്ഞിട്ടുണ്ട്. യേശു തൻ്റെ സ്റ്റാറ്റസ് താഴ്ത്തി എങ്ങനെയാണ് കൃപയ്ക്ക് അർഹരായിട്ട് തീരുക എന്നുള്ള കാര്യം അവിടെ അച്ഛൻ ഇന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് ഞാൻ തന്നെ എന്തെങ്കിലും ഐഡിയ തന്നെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയയും ഒന്നും കത്താറില്ല, ഒന്നും മനസ്സിലാവാറില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവാറില്ല. അതേസമയം ഞാൻ അതെൻ്റെ ഈഗോ ഒക്കെ മാറ്റി ബാക്കിയുള്ള ആളുകളോട് അതിൽ ഡിസ്കഷനിൽ പെടുത്തി ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് കത്തിനേക്കാളും മുൻപ് എന്താണ് അതിന് പരിഹാരം ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ എനിക്ക് മനസ്സിലാവാറുണ്ട്. എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ അതിനുള്ള സൊല്യൂഷൻസൊക്കെ എനിക്ക് തെളിഞ്ഞു വരാറുണ്ട്. അതിനുശേഷം അപ്പോൾ എളിമപ്പെടുന്നതിൻ്റെ ആ പ്രാധാന്യം അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ എനിക്ക് വളരെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രത്യേകതയായിട്ടുള്ള ഒരു കഴിഞ്ഞ ആഴ്ചയും അച്ഛനൊരു പ്രസംഗം നടത്തിയിരുന്നു. അതായത് എളിമപ്പെടുന്ന ഭാവങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ മാറ്റി പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും മമ്മിയെ ആശ്രയിക്കാറുണ്ടായിരുന്നു പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ ചമ്മലോട് കൂടിയിട്ട് തന്നെയാണ് പത്രം പള്ളികളിലും നമ്മുടെ കൂട്ടുകാർക്കും അയൽപക്കങ്ങളിലൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ ഇന്നത്തെ പ്രസംഗത്തിലൂടെ അത് മനസ്സിലായത്, നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് താഴ്ത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയുടെ മഹത്വത്തെക്കുറിച്ചിട്ടും ദൈവതുല്യനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കുർബാനകളിലൊക്കെ ചെല്ലുന്ന പോലെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ ആന്തരിക അർത്ഥം ഇന്നാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് ആ പുതുക്കൽ പ്രസംഗത്തിലൂടെ മനസ്സിലായത്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ പ്രസംഗങ്ങളും ഇവിടുത്തെ ശുശ്രൂഷകളും പ്രത്യേകിച്ച് സഹായിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോണ സമയത്ത് 6 മണി തൊട്ട് 7 മണി വരെ അച്ഛൻ്റെ 1-2 പ്രസംഗങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. കാര്യമായിട്ടുള്ള ആശയങ്ങൾ പറയുന്ന പ്രസംഗങ്ങളാണെങ്കിൽ അത് 3-4 പ്രാവശ്യം വീണ്ടും അത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥനകളും രീതികളും അച്ഛൻ സ്ഥിരം പറയുന്ന പോലെ തന്നെ നമുക്ക് ആഴത്തിൽ ഒരു അവബോധം നൽകും എന്നതിന് എനിക്ക് വളരെ ഉറപ്പാണ്. അതിന് ഞാൻ സാക്ഷ്യം പറയുന്നു. ഇതിനു വേണ്ടി എന്നെ സഹായിച്ച, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സഹായിച്ചതും, ഇനി ഈ ഉടമ്പടി എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഷനായിട്ടുള്ള കോൺട്രാക്ട്സ്, ഞാൻ ജോലി ചെയ്യണതും കോൺട്രാക്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ജോലി ചെയ്യണത്. അത് കാരണം കൊണ്ട് നമ്മൾ ഈ കോൺട്രാക്ട്സുകൾ അല്ലെങ്കിൽ കമ്പനികളുടെ ഉടമ്പടികൾ വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആ ഉടമ്പടിയുടെ ആഴങ്ങൾ, അർത്ഥങ്ങൾ മനസ്സിലാക്കി തരുന്ന രീതിയിൽ അത് വെളിപ്പെടുത്താനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും സാധിക്കണേ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നീട് അങ്ങോട്ട് ഞാൻ തീരുമാനിച്ചു, ഉടമ്പടി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഞാൻ ഉടമ്പടിയിൽ ഉറച്ച ഒരു ജീവിതം തന്നെ നയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇത്രയാണ് എൻ്റെ സാക്ഷ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഐറിൻ മാത്യു. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്.
ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 20/12/2024 ഉടമ്പടി എടുക്കാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നാലും എനിക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ മൂന്നാമത്തെ തവണയാണ് എന്തോ എനിക്ക് തന്നെ മനസ്സിൽ തോന്നി പെട്ടെന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളത്. ഉടമ്പടി എടുത്ത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 6 നിയോഗങ്ങൾ നമുക്ക് ഉടമ്പടിയിൽ എഴുതാം. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നതെങ്കിൽ എൻ്റെ സ്വന്തം വീട് തൊടുപുഴയിലാണ്. 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതിയത് എനിക്ക് ബാങ്കിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. തൊടുപുഴ കോപ്പറേറ്റീവ് ബാങ്കിൽ എനിക്ക് 20 lakhs ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പല സാങ്കേതിക തകരാറുകൾ കൊണ്ട് ബാങ്ക് പെട്ടെന്ന് പൊട്ടുകയാണ് ഉണ്ടായത്. കോപ്പറേറ്റീവ് ബാങ്ക് പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസരത്തുള്ള എല്ലാവർക്കും അവിടെ ഒരുപാട് ഡെപ്പോസിറ്റ് ഉള്ളവരായിരിക്കും. അങ്ങനെ നമുക്കുള്ള ഒരു എമൗണ്ട് അതില്ലാതായി. പെട്ടെന്നൊരു ദിവസം ബാങ്ക് പൊട്ടുക എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു അവസ്ഥയായിപ്പോയി. ബാങ്ക് അതിന് റെസ്പോൺസിബിൾ അല്ല എന്നിങ്ങനെ പറയുന്നത്. അവസാനം ഞാനിവിടെ ഉടമ്പടിയിൽ 6ാമത്തെ നിയോഗമായിട്ട് അത് സാധിക്കില്ല എന്ന് പലരും പറഞ്ഞു. പല നാഷണലിസ്റ്റ് ബാങ്കുകാരും ആ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. നിങ്ങളല്ലാതെ ആരെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു അഭിപ്രായം പല മാനേജേഴ്സും എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഉടമ്പടിയിൽ ലാസ്റ്റ് വെച്ചൊരു കാര്യം, ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിലെത്തി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ്. ഇറിനല്ലേ, നിങ്ങളുടെ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതുവരെ ഞാൻ ബാങ്കിലെ മാനേജറിൻ്റെ അടുത്ത് പോയി കാണും, അല്ലെങ്കിൽ അവരെ വിളിക്കും. അപ്പോൾ അവർ ഒന്നെങ്കിൽ ഫോൺ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. കിട്ടില്ല എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഒരു 3 ദിവസം കൊണ്ട് എനിക്ക് തിരിച്ച് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ 20 lakhs റുപ്പീസാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഡെപ്പോസിറ്റ് അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പലിശ എല്ലാം ചേർത്ത് ഫുൾ എമൗണ്ട് മെയ് മാസത്തോടു കൂടി എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഒരു ഫലമായിട്ട് കിട്ടിയൊരു കാര്യമാണ്. അത് ഉടമ്പടി എടുത്തതിൽ നിന്ന് മാത്രമാണ് എനിക്കിത് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ഉടമ്പടിയിൽ ഞാൻ വെച്ചതും അങ്ങനെ തന്നെയാണ്. ഒരു വിശ്വാസം ഇല്ലായിരുന്നു അത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ എനിക്കത് കിട്ടി. പിന്നെ എനിക്ക് വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഒരു സാക്ഷ്യം പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഡെയിലി കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാളാണിപ്പം. അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട്. കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളത് സാഹചര്യങ്ങൾ, ഞാൻ ഡെയിലി ജോലിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ രാവിലെ 7 മണിക്ക് പോകുന്ന ഒരാൾ കുർബാനകൾ സാധാരണ രാവിലെയാണ് അല്ലേ, എല്ലാ ഇടവകളിലൊക്കെ രാവിലെ 6 മണിക്ക് 6:15 പക്ഷേ എനിക്ക് വൈകുന്നേരം 5:45 കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ളൊരു സാഹചര്യം വന്നു. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും പറ്റുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതും ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം ഞാൻ കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യ ഉടമ്പടി എടുത്ത് പോയ ഒരു സമയത്ത് പത്രം കൊടുത്തത് എനിക്കിത് മൊത്തം കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷനിലൊക്കെ ആളുകളോട് അങ്ങോട്ട് ചോദിക്കും, ഞാൻ കൃപാസനത്തിൽ പത്രം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ വേണ്ടാന്ന് പറയും. ഞാൻ പത്രം അവരുടെ മുമ്പിലേക്ക് കൊടുത്തിരുന്നില്ല. ചോദിക്കും, വേണ്ടെന്ന് പറയും, ഞാൻ കൊടുക്കില്ല. പകുതി പത്രം പോലും എനിക്ക് ആ സമയം ആദ്യത്തെ ഉടമ്പടിയിൽ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ ബാഗിൽ എല്ലാ ദിവസവും കൊണ്ടുപോകും, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ 2ാമത് ഞാൻ പുതുക്കിയ സമയത്ത് എനിക്ക് 3 കെട്ട് പത്രമാണ് തന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, 1 കെട്ട് പത്രം കൊടുക്കാതെ ഞാൻ എങ്ങനെ 3 കെട്ട് പത്രം വിതരണം ചെയ്യും? അതിനൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ധൈര്യത്തിൻ്റെ കാര്യമില്ല ഒരു പത്രം കൊടുക്കാൻ, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ 3 കെട്ട് പത്രം അന്ന് വൈകുന്നേരം ഞാൻ തൃപ്പൂണിത്തുറ മാർക്കറ്റ് റോഡിൽ ഇവിടെ നിന്ന് പോയി. അന്ന് വൈകുന്നേരം ഞാൻ ബസ് ഇറങ്ങി. ഞാൻ എന്തോ എനിക്ക് തോന്നി തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ അവിടെ ഇറങ്ങി ഞാൻ ആദ്യം ഒരു കെട്ട് കയ്യിലെടുത്തു. ഒരു കെട്ട് പത്രം ഞാൻ റാൻഡമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു. ഞാൻ കൊടുക്കുന്നവരെല്ലാവരും ഇത് വാങ്ങി. എനിക്കതൊരു ഷോക്കിംഗ് ആയിരുന്നു. അതെങ്ങനെ ഒരു കെട്ട് പെട്ടെന്ന് തന്നെ തീർന്നു. തന്നെ ഞാൻ അടുത്ത കെട്ട് പേപ്പർ എടുത്തു. ഞാൻ പേപ്പർ കൊടുക്കാൻ തുടങ്ങിയപ്പം ഒരു പൂ വിൽക്കുന്ന കടയിലൊരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മാസത്തെ പത്രം എനിക്ക് കിട്ടിയില്ല മോളെ, എന്നും പത്രം തരുന്ന ആൾ വന്നിട്ടില്ല. പെട്ടെന്ന് ഞാൻ വിചാരിച്ച്, ഇങ്ങനെ എല്ലാവരും പത്രം കൊടുക്കുന്നുണ്ട്, പത്രത്തിനായി ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ഭുതമായിരുന്നു. അത് ആ 2ാമത്തെ കെട്ടും പെട്ടെന്ന് തന്നെ തീർന്നു. പിന്നെ ഞാൻ വിചാരിച്ചു 3ാമത്തെ കെട്ട് ഇനി തീരില്ലായിരിക്കും. അത് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ തീർന്നു.
അപ്പോൾ ആദ്യം ഞാൻ പത്രം കൊടുക്കുന്ന സമയത്ത് കടയിലെ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ എന്തോ പിരിവിന് വരുന്നവരാണ്, അമ്പലത്തിൽ അങ്ങനത്തെ പിരിവിന് വരുന്ന ആളാണെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു സാക്ഷ്യം ഞാൻ അവരുടെ അടുത്ത് പറയാനായിട്ടും കൂടി ശ്രമിച്ചു. അതായത് രണ്ടാമത്തെ കെട്ട് പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം കിട്ടി. ഇത് അച്ഛൻ പറയുന്ന പോലെ നമ്മളത് സാക്ഷ്യം ഇവിടെ പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിലും അത് പറയാനായിട്ട്, മാതാവിനെ പറ്റി പറയാനും എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം പറയാനുമായിട്ട് ഞാൻ ഈ ഒരു സാക്ഷ്യം ഞാൻ പലരുടെയും മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ കോളേജിൽ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത് ഒക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ പലരും എന്നെ കളിയാക്കുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നമ്മളൊരുപാട് ഭക്തി കാണിക്കുന്നു ഓവറായിട്ട്. അതെനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പം ഞാനത് മൈൻഡ് ആക്കാറില്ല. ഭക്തി എന്നുള്ളത് ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ കാര്യം, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾ, അതെല്ലാം ഞാൻ ആരെയും നോക്കാറില്ല, ആരെയും ശ്രദ്ധിക്കാറില്ല. എൻ്റെ പ്രാർത്ഥന, എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ അതെല്ലാം ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ശീലം, എൻ്റെ മുമ്പിൽ ആര് കൈനീട്ടി ഇപ്പം പുറത്തേക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഭിക്ഷ യാചിക്കാനായിട്ട് പലരും നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. അപ്പോൾ ആദ്യം പണ്ട് ചെയ്തിരുന്നേക്കാളും കൂടുതലായിട്ട് ആര് വന്ന് കയ്യിൽ നീട്ടിയാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും കൊടുക്കാം എന്നൊരു മനസ്സെനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാളെ കാണുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കണം, അങ്ങനെ ഒരു തോന്നൽ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉടമ്പടി എന്നുള്ളത് എൻ്റെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ തന്നെ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ യൂട്യൂബിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട്. ഈ പത്രവിതരണം മാത്രമല്ല, ഞാൻ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ എല്ലാ ദിവസവും കേൾക്കുന്ന ആളാണ്. 5:30 ഞാൻ 5:30 മുമ്പായിട്ട് തന്നെ പ്രാർത്ഥനകൾ ചൊല്ലും. പിന്നെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് വീഡിയോ ആ സമയത്ത് കേട്ടില്ലെങ്കിലും പിന്നീടൊരു കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഞാൻ വീഡിയോ കേൾക്കാറുണ്ട്. ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. അതുപോലെ തന്നെ സാക്ഷ്യങ്ങളെല്ലാം തന്നെ പല സമയങ്ങളിലായിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. പലരെയും അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പള്ളിയെപ്പറ്റിയും അത്ഭുതങ്ങളെപ്പറ്റിയും എല്ലാം. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എന്നെ ഈ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവന്നതിലും ഈ വിശ്വാസ ജീവിതത്തിൽ നയിക്കുന്നതിലും മാതാവിനും യേശുവിനും ഒരുപാട് നന്ദി.